ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി നോക്കാം. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാൻ ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കനിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ചേർത്തിട്ട് മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇനി ഒരു ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. 8 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചെറുതായി അരിഞ്ഞതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 പച്ചമുളക് നെടുകെ കീറിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും വേണം. ഉള്ളി ഇപ്പോൾ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് വഴറ്റി യോജിപ്പിച്ചതിന് ശേഷം നേരത്തെ മസാല തേച്ച് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ചിക്കൻ ചേർത്തത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് വെള്ളം എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ചിക്കനിൽ നിന്നെല്ലാം നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ചിക്കൻ വേവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടി തയ്യാറാക്കാം. പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി, 1 ടേബിൾ സ്പൂൺ മുഴുവൻ കുരുമുളക്, 1/2 ടീസ്പൂൺ വലിയ ജീരകവും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് പൊടിക്കാൻ പാകത്തിന് ഇതൊന്ന് വറുത്തെടുക്കാം. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിക്കേണ്ട, കുറച്ചൊരു തരിതരിപ്പോട് കൂടി പൊടിച്ചാൽ മതി. ഇനി അത് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി സ്ലൈസ് ചെയ്ത് വെച്ച 3 സവാള കൂടി ഇതിലേക്ക് ചേർത്ത് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. സവാള കൂടി ചേർത്ത് സവാള വെന്ത് ഇതിലേക്ക് യോജിച്ച് വരുന്നവരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. എനിക്കിപ്പോൾ ഒരു 10 മിനിറ്റ് വരെ ഞാനിതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ സവാളയെല്ലാം വെന്ത് ചിക്കനും സവാളയും നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിത് ഓഫ് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. ഈ ചിക്കൻ റോസ്റ്റ് നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലൊരു ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും വേണം. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.